ഡെഡിക്കേറ്റഡ് കാറ്റഗറി ടൂത്ത് പേസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന പേസ്റ്റുകളുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടില് പരസ്യം ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പേസ്റ്റ് ആണ് ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പേസ്റ്റ്. അതായത് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നു എന്ന് ആ കമ്പനി പരസ്യം കൊടുക്കുന്ന ഒരു പേസ്റ്റ് ആണ്. നിങ്ങൾ ഇതിന്റെ അതായത് ഇത്തരം മോണയിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഇഷ്യൂസിന് വേണ്ടി കൊടുക്കുന്ന ഒരു പേസ്റ്റ് ആണ് റാപ്പിഡ് റിലീഫ് എന്ന് പറഞ്ഞ ഇതിന്റെ മോഡൽ. ഈ 80 ഗ്രാം ഈ ഒരു മോഡലിന് വരുന്ന വില എന്ന് പറയുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ 170 രൂപയാണ്. 170 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇനി ഇതിന്റെ അളവ് 80 ഗ്രാം ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 80 ഗ്രാമിന്റെ ഇരട്ടി 80ന്റെ ഇരട്ടി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 160. നമ്മുടെ പ്രൊഡക്റ്റ് 150 ഗ്രാം ആണ്. അതായത് അളവ് ഇരട്ടിയുടെ അടുത്തേക്ക് പോയി. വിലയിലെ വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 10 രൂപയാണ് വിലയിൽ കൂടിയിരിക്കുന്നത് അല്ലെ. അതും ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന വില 130 രൂപ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അളവ് കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രൈസിങ്. അതും ശരിക്കും പറഞ്ഞാല് 150 ഗ്രാം പേസ്റ്റ് 130 രൂപയ്ക്ക് ഒരു വ്യക്തിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഗ്രാമിന്റെ വില 1 രൂപയിൽ താഴെയാണ്. ഗ്രാമിന്റെ വില 1 രൂപയിൽ താഴെയാണ്. മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 80 ഗ്രാമിന്റെ വില 170 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന്റെ വില 2 കൂടുതലാണ്, 2 രൂപയിൽ കൂടുതലാണ്. നമ്മൾ ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ പറയുന്ന ആ ഒരു ഒബ്ജക്ഷൻ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി ചില ആൾക്കാർ എന്നാലും ചോദിക്കുന്ന ചോദ്യമുണ്ട്, 180 രൂപയുടെ പേസ്റ്റോ എന്ന് ചോദിക്കും അല്ലെ. നിങ്ങൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അയ്യോ ഇത്രയും വിലയുടെ പേസ്റ്റ് വേണ്ടാന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ ഒരു കസ്റ്റമർ പറയുമ്പോൾ അദ്ദേഹം 180 രൂപയുടെ പേസ്റ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്നത് മാർക്കറ്റിലുള്ള ഇത്തരം സാധാരണ ബ്രാൻഡുകളായിരിക്കും. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇത് 100 ഗ്രാമിന്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നോക്കിയാൽ കാണാം, അല്ലെ കടകളിൽ പോയി കാണാം. നമുക്ക് ആ തരം കസ്റ്റമേഴ്സിനെയും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്, തുളസി ആൻഡ് മിന്റ്. 100 ഗ്രാമിന് 70 രൂപയാണ് നമ്മുടെ MRP. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 55 രൂപയ്ക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. മാർക്കറ്റിലെ മറ്റു പ്രൊഡക്റ്റുകളെക്കാൾ കുറഞ്ഞ വിലയിൽ നമുക്ക് അങ്ങനത്തെ കസ്റ്റമറെയും നമ്മൾ വിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇത് കോമൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ക്ലീനിങ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ 10 വീട്ടിൽ ടോയ്ലറ്റ് ക്ലീനിങ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും. അതിൽ അവരുപയോഗിക്കുന്ന ബ്രാൻഡ് നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നില്ല, പകരം ഈ ഒരു ബ്രാൻഡ് ആവാനാണ് സാധ്യത കൂടുതൽ. എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിന്റെ വിലയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. 22-ന് ശേഷം ഈ പ്രൊഡക്റ്റിന്റെ പാക്കിംഗ് റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, സ്ക്രീനിൽ വലുതായിട്ട് കാണാം. 99 രൂപയാണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഇതും സെയിം അളവ് 500 മില്ലിയുടെ വില 100 രൂപയാണ്. വിലയിലെ വ്യത്യാസം എത്രയാണ്? 1 രൂപ അല്ലെ. ഇനി അതേ പ്രൊഡക്റ്റ് തന്നെ നമ്മളൊരു വ്യക്തിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ID അടിച്ചുകൊണ്ട്, അതായത് ഒരു വ്യക്തിയെ നമ്മുടെ കൂട്ടുകാരനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കിക്കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഉൽപ്പന്നം നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങുന്ന ആ വ്യക്തിക്ക് ഉൽപ്പന്നം കിട്ടാൻ പോകുന്നത് 75 രൂപയ്ക്കാണ്. അതായത് നിലവിൽ മാർക്കറ്റിൽ 99 രൂപ, ശരിക്കും പറഞ്ഞാൽ 99 എന്ന് പറഞ്ഞാൽ 100 രൂപ തന്നെയാണ്. കാരണം 1 രൂപ ഒരു മിഠായി ആയിട്ട് കിട്ടിയില്ലെങ്കിൽ 100 രൂപ തന്നെയാണ് അല്ലെ. എഫക്റ്റീവ്ലി ആ 100 രൂപ കൊടുത്ത് കസ്റ്റമർ വാങ്ങുന്ന ഉൽപ്പന്നം 25 രൂപ ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ നമുക്ക് പറ്റും. അതാണ് വാങ്ങുന്ന വ്യക്തിയുടെ ഒന്നാമത്തെ നേട്ടം. അതായത് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൊഡക്റ്റുകൾ അദ്ദേഹത്തിന് കിട്ടും. ഇത് ആലോചിച്ച് നോക്കൂ. എല്ലാവരും പറയുന്നത് നമുക്ക് വില കൂടുതലാണ്, നമ്മൾ 75-ന് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള നമ്മൾ കൊടുക്കുന്നതാണ് വില കൂടുതലെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇത് അവരെ തിരിച്ച് ഇതിന്റെ പേര് പ്രിൽ എന്നാണ്. ഞാനത് ഒന്ന് മാർക്കറ്റ് കമ്പാരിസൺ മാത്രം ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് പാത്രം കഴുകുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ വില അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത് മറ്റൊരു മാർക്കറ്റിൽ ലഭ്യമായ പാത്രം കഴുകുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഇതില് ഈ ഒരു ചാർട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ MRPയുടെ ഒരു കോളം ഉണ്ട് അല്ലെ. ബ്രാൻഡ്, ക്വാണ്ടിറ്റി, ടൈപ്പ്, MRP, DP. അതിൽ DPയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ മാറ്റി നിർത്തുന്നു. MRPയുടെ കോളം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ MRPയുടെ കോളം നോക്കിയിട്ട് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും വിലക്കുറവ് പ്രില്ലിനാണ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്,
അവരുടെ അളവ് 425 മില്ലിയാണ്. അതായത് അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ 3 കുപ്പിയും സൂപ്പർ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ 3 ഒരേ വലിപ്പാ. പക്ഷേ അവര് അളവ് ഒരു 75 മില്ലി കുറച്ചിട്ടുണ്ട്. മതി, ഏറ്റവും വിലക്കുറവെന്ന് നമ്മൾ വിചാരിച്ച സാധനത്തിനാണ് ഏറ്റവും വില കൂടുതൽ. അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് നമുക്കൊന്ന് മാറ്റി നിർത്താം. അതിനുശേഷം വരുന്ന 2 പ്രൊഡക്റ്റുകൾ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. കാരണം രണ്ടും 500 മില്ലിയാണ്. വിമ്മിന് 500, ഒന്ന് വിമ്മ് 130, നമ്മുടെ 150. ഇനി നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുകയാണെങ്കിൽ കസ്റ്റമർ പറയും നമ്മുടേതിനാണ് വില കൂടുതൽ, കാരണം 20 രൂപ നമ്മുടെ കൂടുതലുണ്ട്, അല്ലേ? ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, തൊട്ടടുത്ത് മറ്റൊരു കോളം ഉണ്ട്, MRPന്റെ തൊട്ടടുത്ത് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ടൈപ്പില് പ്രില്ലും വിമ്മിന്റെ നേരെ ഒന്നും എഴുതിയിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റിന്റെ നേരെ ഏറ്റവും അടിയിൽ നോക്കിയാൽ അറിയാം 2x എന്ന് എഴുതിയിട്ടുണ്ട്. ആ 2x എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് ഉള്ളത്. അതായത് ഗാഠലായനിയാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇത് നേർപ്പിച്ച് വേണം ഉപയോഗിക്കാൻ. അതായത് നമ്മുടെ വെള്ളവുമായിട്ട് ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ആ ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവാണ്, അതായത് ഈക്വൽ എമൗണ്ട് വാട്ടർ കൂടെ ആഡ് ചെയ്യണം. അതായത് 500 മില്ലി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി പ്ലസ് 500 മില്ലി പച്ചവെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ അളവ് 1 ലിറ്ററായി. 1 ലിറ്ററിന് 150, 500 മില്ലി വിമ്മിന് 130. ഇനി കസ്റ്റമറോട് പറയാ ഏതിനാണ് വില കൂടുതൽ? ഉത്തരം മാറിയോ? ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ബാക്കി ഒരു പ്രൊഡക്റ്റിന്റെ മുകളിലും എക്സ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതായത് എക്സ് കാണിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ഓൾറെഡി കമ്പനികൾ തന്നെ റെഡി ടു യൂസ് ഡയലൂട്ട് ചെയ്തതാണ്, നേരെ വാങ്ങി ഉപയോഗിക്കാനുള്ളൂ. എന്നാൽ ഇത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ 2x മാർക്കാണ് വന്നത്. ഇനി അതായത് 1 ലിറ്ററിന് 115 ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കുകയാണെങ്കിൽ ഈ പ്രൈസിന് ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ലഭ്യമല്ല. എന്നാലും കസ്റ്റമേഴ്സ് നമുക്കൊരു 8-10 പ്രൊഡക്റ്റുകൾ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം. ഇതാണ് നമ്മുടെ ആശയം. ഇപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലോർ ക്ലീനിങ് പ്രൊഡക്റ്റ് ആണ്, മാർക്കറ്റിലെ ലീഡിംഗ് ബ്രാൻഡ് ആണ്. ഇതിന്റെ MRP കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ MRP തന്നെ ഒന്ന് നോക്കിയാൽ അറിയാം 103, 120 ആണ്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് നമുക്ക് 90 രൂപയാണ്. അതായത് മാർക്കറ്റിൽ ലൈസോൾ എന്ന ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ഒരു കോമൺ കസ്റ്റമറോട് നമ്മുടെ ബ്രാൻഡിലേക്ക് മാറാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് 13 രൂപ അയാൾക്ക് ലാഭിക്കാൻ പറ്റും. ഇത് കുട്ടികളുടെ വസ്ത്രങ്ങൾ അലക്കാനുള്ള ഒരു പ്രത്യേക തരം നമ്മുടെ ലിക്വിഡ് ലോണ്ടറി പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം, ഈ അടുത്തൊരു സർവേ പറഞ്ഞത് കൊച്ചു കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അത് പ്രധാനപ്പെട്ട പങ്ക് അവരുടെ വസ്ത്രങ്ങൾ അലക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സോപ്പുകൾക്ക് വലിയ പങ്കുണ്ടെന്നാ പറയുന്നത്, സോപ്പ് പൊടികൾക്കൊക്കെ. കാരണം അത്തരം സോപ്പ് പൊടികളുള്ള കെമിക്കൽസ് കുട്ടികളുടെ ഡ്രസ്സിലൂടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. കാരണം കുട്ടികളുടെ സ്കിൻ വളരെ സോഫ്റ്റ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളുടെ വസ്ത്രങ്ങൾ അലക്കാനുള്ള ഇത്തരം സെപ്പറേറ്റ് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ബേബി ഹോസ്പിറ്റലുകളുടെ അടുത്തൊക്കെ ലഭ്യമാണ്. ഞാൻ ഇതിന്റെ ഒരു പ്രൈസ് കമ്പാരിസൺ നടത്തി തരാം. 500 മില്ലി ഈ ഉൽപ്പന്നത്തിന് വില വരുന്നത് 299. സൈക്കോളജിക്കലി 299 ശരിക്കും അത് നമുക്കൊരു 300 രൂപ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല, അല്ലെ? 500 മില്ലിക്ക് 300 രൂപയാണ് ഇതിന്റെ വില. ഇതേപോലെയുള്ള നമ്മുടെ മാക്സ് ബ്രൈറ്റ് മാറ്റിക് ലിക്വിഡ് ലോണ്ടറിയുടെ 500 ml വില വരുന്നത്, അത് 300 ആണെങ്കിൽ ഇത് 220 ആണ് MRP. അതായത് കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ ഉപയോഗിക്കുന്ന ആ പ്രൊഡക്റ്റ് നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ 80 രൂപയോളമാണ് നമുക്ക് ആ ബേബി ഷോപ്പുകളിൽ ഇതൊക്കെ ലഭ്യമാണ്. കുട്ടികളുടെ ഹോസ്പിറ്റലുകളുടെ അടുത്തുള്ള ബേബി ഷോപ്പിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. 80 രൂപ MRP ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഒരു കസ്റ്റമർക്ക് നമുക്കത് കൊടുക്കാൻ പറ്റുക. ഇനി ഇതേ പ്രൊഡക്റ്റ് തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കാണെങ്കിൽ വീണ്ടും ഒരു 50 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അതായത് നിലവിൽ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തിക്ക് അയാൾക്കൊരു 80 രൂപ ഡിസ്കൗണ്ടും കിട്ടും, വിൽക്കുന്ന നമുക്കൊരു 50 രൂപ ലാഭവും കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും രണ്ടിന്റെയും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മഞ്ഞൾ ടെസ്റ്റ്, 2 പ്രൊഡക്റ്റിന്റെയും മഞ്ഞൾ ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കി കഴിഞ്ഞാൽ കാണാം, രണ്ടും മഞ്ഞ കളറിലാണ് കാണിക്കുക. അതായത് ആ സേഫ്റ്റി പ്രൊഡക്റ്റ് ആണ് രണ്ടും.
സോ ഈ വ്യത്യാസം നമുക്ക് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അടുത്തത് നമ്മുടെ എന്റെ വീട്ടിൽ ഉപയോഗിച്ച ഒരു ബ്രഷിന്റെ പാക്കിങ്ങിന്റെ റേറ്റാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 120 4 ഇത് മാർക്കറ്റ്, ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോസ് ആണ്. അതായത് ഇത് ബ്രഷ് 4 വില വരുന്നത് 140 രൂപയാണ്. ഇത് മറ്റൊരു ബ്രാൻഡാണ് ഓറൽ ബി, മറ്റേത് കോൾഗേറ്റ് ആയിരുന്നു. ഇത് സെൻസോഡൈൻ. വലതുവശത്ത് വീണ്ടും കോൾഗേറ്റ് ഉണ്ട്. ഇടതുവശത്ത് ഞാൻ മകന്, കാരണം എന്റെ മകന് ആൾക്ക് 5 വയസ്സാവുന്നുള്ളൂ, ചെറിയ കുട്ടികളുടെ ബ്രഷിന്റെ അറിഞ്ഞിരിക്കാൻ വേണ്ടി വെച്ചു എന്നുള്ളൂ. 80 രൂപയോളമാണ് അതിന്റെ വില. ഇത് നമ്മുടെ ബ്രാൻഡ്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ 4 എണ്ണത്തിന്റെ ഈ ബ്രഷിന്റെ വില എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും, 115 രൂപയാണ്. അതായത് MRP പോലും നമ്മുടെ വിലയോട് കോമ്പീറ്റ് ചെയ്യാൻ, മാർക്കറ്റിൽ മത്സരിക്കാൻ ഒരു പ്രൊഡക്റ്റും ഇല്ല. ആ സമയത്താണ് വീണ്ടും 20 രൂപ ഡിസ്കൗണ്ടിൽ 95 രൂപയ്ക്കാണ് നമ്മൾ 4 ബ്രഷ് കൊടുക്കുന്നത്. ഒരു ബ്രഷിന്റെ വില 21 സംതിങ്ങിന്റെ അടുത്ത് അല്ലേ? ഇത് നമുക്ക് തിരിച്ചറിയണം. ഇത് നമുക്ക് കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റണം, പഠിപ്പിക്കാൻ പറ്റണം. ഈ അടുത്തൊരു പഠനം പറഞ്ഞത് നമ്മുടെ വായയുടെ പ്രത്യേകത ശരീരപ്രകൃതിയുമായിട്ട്, അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളുമായിട്ട് വായ തുറന്നിരിക്കുകയാണ്, ഓപ്പൺ ആണ്. വായ വഴി ഒരുപാട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സംബന്ധിക്കുന്ന, നമ്മുടെ ഭക്ഷണത്തിലൂടെ മാത്രമല്ല ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ രാവിലെ ബ്രഷ് ചെയ്തു, ആ നനവോട് കൂടി ബ്രഷ് സ്ഥലത്ത് വെക്കുന്നു. ആ നനവില് ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയകൾ വളരുന്നുണ്ട്. നമ്മൾ വെറുതെ വെക്കുന്ന ബ്രഷിൽ ബാക്ടീരിയകൾ വളരുന്നുണ്ട്. നമ്മൾ ആരും രാവിലെ എണീറ്റ് ബ്രഷ് സോപ്പിട്ട് കഴുകിയിട്ടല്ല വാരിയിടുക അല്ലെ, നേരെ എടുത്ത് നനയ്ക്കും. അപ്പൊ ഈ ബാക്ടീരിയകൾ ഉള്ളിൽ എത്തുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ബാക്ടീരിയകൾ വളർച്ച സംഭവിക്കാത്ത തരത്തിലുള്ള, അതായത് ആന്റി ബാക്ടീരിയൽ ബ്രിസിൽസ്, ഇത് നമ്മൾ പ്രിവെന്റ് ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മൾ തടയുന്നത്. ഇതിന്റെ പ്രത്യേകത സിൽവർ അയോൺ കോട്ടിംഗ് ഉള്ള ഒരു തരം ബ്രിസിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൽവർ മീൻസ് വെള്ളിയുടെ, കാരണം ആ സിൽവർ അയോൺ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അത് അണുനാശന സ്വഭാവമുണ്ട്. സോ ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു ബ്രഷിന്റെ നമ്മുടെ MRP ആണ് 115 രൂപ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കറ്റിൽ അറിയാം, നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആണ് അല്ലെ, ഇന്ദുലേഖ ഗോൾഡ്. അതിന്റെ വില, ഞാൻ ആ വിലയാണ് ചെയ്യുന്നത്. 50 മില്ലിക്ക് 234 രൂപ, 50 ml. അതെ, 50 മില്ലി കിട്ടണമെങ്കിൽ 250 രൂപയ്ക്ക് അടുത്ത് കൊടുക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 50 മില്ലിക്ക് 250 രൂപേന്റെ അടുത്താണെങ്കിൽ 100 മില്ലിക്ക് 500 രൂപേന്റെ അടുത്ത് കൊടുക്കണം. 200 മില്ലിക്ക് 1000 രൂപയുടെ അടുത്ത്. ആ സമയത്ത് 200 മില്ലി നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 440 രൂപയാണ്. ഇന്ദുലേഖ 50 മില്ലിക്ക് ഉള്ള വില നിങ്ങൾ കണ്ടു, അത് 200 മില്ലിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 1000ന്റെ അടുത്തേക്ക് പോകും. എന്നാൽ നമ്മുടെ ഹെയർ ഓയിൽ 200 മില്ലിക്ക് 440, അതായത് പകുതി താഴെ വരുന്നുള്ളൂ. അതും ഡിസ്ട്രിബ്യൂട്ടർക്കാണെങ്കിലോ 325 കിട്ടും. എന്നാൽ ഒരു ആന്റി ഓക്സിഡന്റ് കാറ്റഗറി വരുന്ന ഒരു ഫുഡാണ് ഇതും. വിൽക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ്, നമ്മൾ വിൽക്കുന്ന അതേ രീതിയിൽ വിൽക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇത് ഈ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 2997. ഓക്കെ, ഞാനിത് പറയുന്നത് ഇതിന്റെ പ്രൈസ് കമ്പാരിസൺ ആണ്. ജസ്റ്റ് ഇതിന്റെ നിങ്ങൾ വിലയിലെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, ഒന്ന് MRP 3597 ആണ് ഐപ്പേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് 3700 ആണ്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ഏറ്റവും എക്കണോമിക്. അടുത്ത വശത്ത് ഫ്ലേവർഫുൾ, അതായത് മസാല ടൈപ്പ് ലീഫിന്റെ ടീ ആണ്, ഇലയാണ് അതിന്. നമ്മുടെ പ്രൊഡക്റ്റ് പോലെ തന്നെയുള്ള ഇതിന്റെ MRP 410 ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് 380 ആണ് MRP. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആവട്ടെ 300. ഇനി എല്ലാ വീട്ടിലും ഒരു പൗഡർ ടിൻ ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ലെ. ഇത് ഞാൻ അതിന്റെ ബ്രാൻഡുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ബ്രാൻഡ് ആയിരിക്കും. 100 ഗ്രാമിന്റെ വില അവിടെ കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാമിന്റെ ബോട്ടിലും കാണിച്ചിട്ടുണ്ട്, അതിന്റെ വിലയും കൊടുത്തിട്ടുണ്ട്. 135 ആണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത പറഞ്ഞുതരാം. വെറും 5 രൂപ, 135 നിങ്ങൾ പോൺസ് 100 ഗ്രാം വാങ്ങിക്കുമ്പോൾ 5 രൂപയുടെ കൂടുതൽ കൊടുത്താൽ 140 300 ഗ്രാം നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും.
ഇതിന്റെ ക്വാളിറ്റി ഉപയോഗിച്ച വ്യക്തികൾക്ക് ഒറ്റ പ്രാവശ്യം വാങ്ങിക്കാനുള്ള അറിയാം ഇതിന്റെ ക്വാളിറ്റി അല്ലേ. ആ സ്മെല്ല് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഇത്രയും ഫൈൻ ഡസ്റ്റ് ആണ്. നമുക്ക് ഇത് നിങ്ങൾ ഇതൊക്കെ അത് മാർക്കറ്റിൽ 100 ഗ്രാം 135-നും നമ്മൾ 300 ഗ്രാം 140. എന്നാലും കസ്റ്റമേഴ്സ് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെന്നാണ്. ദെൻ അടുത്തൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹെയർ കളർ ഷാമ്പു. 115 രൂപയാണ്. ഇത് നമ്മുടെ ബ്രാൻഡാണ്. 100 രൂപയാണ് അതിന്റെ വില വരുന്നത്. അതും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്നത് 75 രൂപയ്ക്കാണ്. ഇത് ഫേസ് വാഷിന്റെ ആണ്. ശരിക്കും നമ്മുടെ ഒരു നെയിം ഫേസ് വാഷ് ഉണ്ട്, അതിന്റെ ഫോട്ടോയിൽ വെച്ചിട്ടില്ല എന്നുള്ളൂ. 100 ml ഹിമാലയയുടെ വരുന്ന 130 ആണെങ്കിൽ നമ്മുടെ 110 ആണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. അതായത് എങ്ങനെ പോയാലും മൈലേജ് മാർക്കറ്റിംഗ് കമ്പനി ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന വിലയ്ക്ക് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ലഭ്യമല്ല. ഇത് നമ്മുടെ ബോഡി പെർഫ്യൂംസ് എന്ന് പറയും അല്ലെ. നിങ്ങൾ ആ ബ്രാൻഡുകളും അതിന്റെ വില ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഓടിച്ചു പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ബ്രാൻഡ് നെയിമുകൾ നിങ്ങൾ കേട്ടത് തന്നെ ആയിരിക്കും അല്ലെ. ഇത് നമ്മുടെ ബ്രാൻഡാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അളവ് അവസാനത്തെ 2 എണ്ണം ഒഴിച്ച് എല്ലാം 150 മില്ലിയാണ്. 150 മില്ലിയുടെ വിലയാണ് ഇപ്പോ 161 മുതൽ 212 വരെ. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന് പ്രത്യേകത 200 മില്ലിയുടെ വിലയാണ് 165 അല്ലെ. ഇതൊന്ന് നമ്മൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അതായത് ഇത് ഒരു ലീഡിങ് ബ്രാൻഡാണ്. നമ്മുടെ കയ്യിലുണ്ട് ഫേസ് വാഷ്, ഇത്തരം മോയ്സ്ചറൈസിംഗിന് ഉപയോഗിക്കുന്ന പപ്പായ ഫേസ് വാഷ് ഉണ്ട്. നിങ്ങളൊന്ന് വിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്ക്രബാണ്. സ്ക്രബിന്റെ റേറ്റ് വരുന്നത് നോക്കിയാൽ അറിയാം, 10 രൂപ ഡിഫറൻസ് നമുക്ക് തന്നെയുള്ളത്. MRP നമ്മുടെ 160 ആണ്, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 125. അതായത് നമ്മുടെ ഒരു ബന്ധുവിനോ സുഹൃത്തിനോ നമ്മുടെ ഒരു ID ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അദ്ദേഹത്തിന് ഉൽപ്പന്നം കിട്ടും. ഇത് മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. 40 ഗ്രാം ഗ്ലോ ആൻഡ് ലവ്ലി. ഇപ്പൊ നമ്മുടെ പണ്ട് ഇതിന്റെ പേര് ഫെയർ ആൻഡ് ലവ്ലി എന്നായിരുന്നു. BB എന്ന ഈ ഒരു മോഡലിന് 40 ഗ്രാമിന്റെ വില ഇവിടെ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട് 200 രൂപയ്ക്ക് അടുത്താണ്. നമ്മുടെ പ്രൊഡക്റ്റ് 100 ഗ്രാമിന് 250 രൂപയാണ് DP. MRP 340. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് ഈ ഒറ്റ ചാർട്ട് നോക്കിയാൽ അറിയാം. കസ്റ്റമർ പറയും മറ്റവർക്ക് 198 ആണോ, നമുക്ക് 250 ആണല്ലോ. അതായത് ഈ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് വിലയിൽ മാത്രമാണ്. എന്നാൽ വ്യത്യാസം ശ്രദ്ധിക്കാറില്ല. ഇത് 40 ഗ്രാമിനാണ് ഫെയർ ആൻഡ് ലവ്ലി വരുന്നത് 200 രൂപയ്ക്കെങ്കിൽ നമ്മൾ 100 ഗ്രാമാണ് 250 DP. ഇനി MRP നോക്കിയാൽ 350, സോറി 340. ഇത് നമ്മൾ കസ്റ്റമറെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഒരുപാട് പേര് വിദേശികളെ നമ്മുടെ നാട്ടില് സ്വദേശികള് ലീവിന് വരുമ്പോ ആദ്യത്തെ അവസാനത്തെ ഒരു മാസം ഫുൾ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നിൽക്കാറുണ്ട് അല്ലെ. ഇതിന്റെ ഒരു പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് 100 ml-ന് 100 ml-ന്റെ വില വരുന്നത് 135 രൂപയാണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ്. 50 ml-ന്റെ വില വരുന്നത് ഇപ്പോ അതിന്റെ MRP ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട്, 60 രൂപയാണ്. DP 45 ആണ്. എങ്ങനെ പോയിരുന്നു ആലോചിച്ച് നോക്കുക. വാസലിൻ അവര് ഞാൻ 85 എഴുതിയത് 100 മില്ലി അല്ലെങ്കിൽ 85 ഗ്രാം. നമ്മുടെ 55 ഗ്രാം എന്നതുകൊണ്ടാണ് ഞാനത് ഗ്രാമിൽ സംസാരിച്ചത്. 85 ഗ്രാമിന് 1 രൂപ വെച്ചാണ് വാസലിൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ 85 രൂപ നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ എന്നാൽ അതിന് മുകളിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൈസിനങ്ങളൊക്കെ കൂടുതലാണ് നമ്മുടെ ഏത് പ്രൊഡക്റ്റ് എടുത്താലും.